ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. സോ ഈ ഒരു വീഡിയോ ശരിക്കും നിങ്ങളുടെ കാറ്റ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധമില്ല, പക്ഷെ MBA ആസ്പിറൻസ് അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ബി സ്കൂളിൽ കയറിയ ആൾക്കാർക്കും വേണമെങ്കിൽ യൂസ്ഫുൾ ആവും. പക്ഷെ MBAക്ക് ആസ്പയർ ചെയ്യുന്ന ആൾക്കാർ, ഇത്തവണ കാറ്റ് 2025 എഴുതുന്ന ആൾക്കാർ, ഇനി അടുത്ത വർഷം അല്ലെങ്കിൽ ഇപ്പം ഓൾറെഡി UG ചെയ്തിട്ട് ഇനി കാറ്റ് ഇത് കഴിഞ്ഞിട്ട് കാറ്റ് എഴുതി ഒരു IIMലൊക്കെ കയറാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. ഞാനിപ്പോ ഒരു 2-3 വീഡിയോ മുന്നേ എന്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം US-ലെ MBA വേഴ്സസ് ഇന്ത്യയിലെ MBA ഒരു കമ്പാരിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസും കൂടെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ കാറ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഓക്കെ, പക്ഷെ ആരും ക്ലിയർ ചെയ്യാത്ത ഒരുപാടധികം മിസ്കൺസെപ്ഷൻസ്, ആരും ഓണസ്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഒന്ന് മെയിൻ ആയിട്ടുള്ള ഒരു സാധനം, എൻ്റെ അടുത്ത് കുറെ പേര് അധികം, ഞാനിപ്പോ അടുത്ത് ഞാൻ UG ചെയ്ത മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഒരു ഇവന്റിന്റെ ഇനാഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അവിടെ നിന്നും എൻ്റെ അടുത്ത് കണ്ടപ്പോഴത്തേക്കും കുറച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചാണ്, ഈ എയുടെ ഒക്കെ കാലഘട്ടത്തിൽ ഇനി IIMൽ നിന്നൊക്കെ ഒരു MBA എടുത്തിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ MBA എടുത്തിട്ട് കാര്യമുണ്ടോ എന്ന് കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന ഒരു സംഭവമാണ് ഈ ബി സ്കൂളിലൊക്കെ ഒരുപാട് പ്ലേസ്മെന്റ്സ് 30 ലക്ഷം കിട്ടും, 25 ലക്ഷം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ റിയാലിറ്റി എന്താണ്, ശരിക്കും ഇത്രയും പറയുന്ന പാക്കേജ് ഒക്കെ കിട്ടും എന്നുള്ളത്. ഈ 2 കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം എന്റെ അഭിപ്രായങ്ങളാണ്. സോ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത്, ഞാൻ സ്വന്തമായിട്ട് ഒരു Tier 1 ബി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ കോർപ്പറേറ്റ് പ്ലേസ്മെന്റ് കിട്ടി. ഞാൻ 2 വർഷം സാംസങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരുപാടധികം ഫ്രണ്ട്സ് പലധികം കോർപ്പറേറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ അനുഭവങ്ങളും ഇപ്പം ഏതാണ്ട് എല്ലാ ടോപ്പ് ബി സ്കൂൾസിലും നമുക്ക് മെന്റേഴ്സും അലൂമിനീസും ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട്, നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. സോ അതിന്റെയൊക്കെ ഒരു അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ സമ്മറൈസ് ചെയ്തിട്ടാണ് എന്റെ ഈ ഒരു അഭിപ്രായം രൂപപ്പെട്ടിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഒരുപാടധികം ഒരു ഹേറ്റ് അല്ലെങ്കിൽ ഒരു ആന്റി MBA സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് മെസ, സ്കെയിലർ അല്ലെങ്കിൽ പോലെയുള്ള കുറച്ച് കോളേജ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് യൂണിയൻ പോലെയുള്ള ഓൾട്ടർനേറ്റ് MBA കോഴ്സസ് ഇവര് ഓഫർ ചെയ്യുന്ന ശരിക്കും ഒരു എക്സാക്ട്ലി MBA അല്ല. ഇപ്പൊ മാസ്റ്റേഴ്സ് യൂണിയൻ ആണെങ്കിൽ കുറച്ചുകൂടി പ്രൊഡക്ട് മാനേജ്മെന്റ് അപ്സ്കില്ലിംഗ് കോഴ്സ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം മെസ സ്കൂൾ ഓഫ് ബിസിനസ് ആണെങ്കിലും നല്ല പ്രോഗ്രാംസ് ആണ് ഇതൊക്കെ. പക്ഷെ അവരുടെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഇപ്പം IIMs അല്ലെങ്കിൽ ISB അല്ലെങ്കിൽ XLRA ഒക്കെ ഓഫർ ചെയ്യുന്ന MBA പ്രോഗ്രാംസ് ആണ്. അപ്പൊ ഇതെല്ലാം ന്യൂജൻ, അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ന്യൂജൻ യങ് ഫൗണ്ടേഴ്സ് റൺ ചെയ്യുന്ന ഒരുപാട് പുതിയ യൂണിക്കോൺ ഫൗണ്ടേഴ്സ് ഒക്കെ ഒരുപാട് പൈസ ഇട്ടിട്ടുള്ള ബിസിനസ്സുകളാണ്. ഇവർ ബേസിക്കലി ഒരു അപ്സ്കില്ലിംഗ് കോഴ്സ് ആണ് ഇത് ശരിക്കും. പക്ഷെ ഒരു ഓഫ്ലൈൻ ആയിട്ട് ഒരു MBA പോലത്തെ ഒരു ക്യാമ്പസിലായിരിക്കില്ല നടക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ മെസ സ്കൂൾ ഓഫ് ബിസിനസ് ബാംഗ്ലൂർ VWorkനകത്താണുള്ളത്. അപ്പൊ VWork എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വലിയ കോവർക്കിംഗ് സ്പേസ് ആണ്. ഇപ്പൊ കൊച്ചിയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉള്ള പോലെ സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു ഇൻക്യുബേറ്ററും കൂടിയാണ്. പക്ഷെ അവിടെ കുറെ കമ്പനികൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ കമ്പനികൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന അവിടെ ഒരു ക്യാബിനിൽ ഇവരൊരു 10-50 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവിടെ അവർക്ക് ഒരു അപ്സ്കില്ലിംഗ് കോഴ്സും കുറെ ഒരു സ്റ്റാർട്ടപ്പ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഴ്സ് ഓഫീസ് റോളിലൊക്കെ എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ള കുറെ ഓറിയന്റേഷൻ കൊടുത്തു വിടുന്നത് നല്ല പ്രോഗ്രാമാണ്, മോശമൊന്നുമില്ല. പക്ഷെ ഇവർ ഓൾസോ ചെയ്യുന്നത്, ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസിൽ കാണുന്നത്, ഇനി MBA ചെയ്തിട്ട് കാര്യമുണ്ടോ, ഡോണ്ട് സ്പെൻഡ് 2 years and 30 lakhs on your MBA, ഇൻസ്റ്റഡ് ഡു ദിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീൽസ്. അപ്പൊ ഇത് വൺ ഓഫ് ദി റീസൺസ് ആണ് ഈ പറയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ സംശയം ഉണ്ടാവാൻ. പിന്നെ രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറയുന്നത്, ഈ ഒരുപാട് ആൾക്കാർ വരുന്ന സമയത്ത് ഇനി കോഴ്സസ് ഉണ്ടാവില്ല, ഇനി കോളേജ് എല്ലാം അടച്ചു കൂട്ടും, ഇനി ഒന്നും വേണ്ട, ഫുള്ള് സ്കില്ല് നേടിയാൽ മതി, ChatGPTയുടെ ഒരു 20 ദിവസത്തെ മാസ്റ്റർ ക്ലാസ് പഠിച്ചാൽ മതി, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറെ സാധനങ്ങൾ. അപ്പം ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ പണ്ടോട്ട് ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്ന ഒരു സാധനമാണ്, MBA എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ MBA എന്ന് ബ്ലാങ്കറ്റ് ആയിട്ട് പറയാറില്ല. MBA എവിടെ നിന്ന് എടുക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ഏത് കോഴ്സിലും നിങ്ങൾ അത് ആപ്ലിക്കബിൾ ആണ്. ഇപ്പം ഒരു NIT കാലിക്കറ്റിൽ നിന്ന് BTech എടുക്കുന്ന ആൾക്കാർക്ക്, അതും BTech ഒരു കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന ആൾക്ക് ഒരു 18 lakhs ആവറേജ് പാക്കേജ് അല്ലെങ്കിൽ ഒരു 17 lakhs ഉണ്ട്. അല്ലെങ്കിൽ ഒരു IIT എടുക്കുന്ന സമയത്ത് ഒരു 25 lakhs ഓളം ഈ പറയുന്ന CS-ന് ആവറേജ് പാക്കേജ് ഉണ്ട്. ഞാൻ CS മാത്രമേ പറയുന്നത് കേട്ടോ. എനിക്കറിയാം മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 4 LPA 5 LPA ഒക്കെ ആണെന്നുള്ളത്. പക്ഷെ ഞാൻ പറയാണ്, ഒരു CS-ന് ഇപ്പം നല്ല കോളേജസിൽ ഇപ്പൊ IITസിൽ പോയ ആ പാക്കേജ് ഉണ്ട്. അതേസമയം നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും, ഞാൻ കോളേജസിന്റെ പേരെടുത്ത് പറയുന്നില്ല, ആരും ഡിമീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ നമ്മുടെ KTUവിൽ ഇപ്പൊ 150ഓളം കോളേജുകളുണ്ട്, 150-155 കോളേജ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് 155-156 കോളേജസ് ഉണ്ട്. ഈ 156 കോളേജസിൽ ഒരു CET, മോഡൽ MA കോളേജ്, പിന്നെ അങ്ങനത്തെ ഒരു 10 കോളേജ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള 150 കോളേജിലെ അവസ്ഥ എന്താ? അവിടുത്തെ കുട്ടികൾക്ക് CS എടുത്തവർക്ക് പോലും കിട്ടുന്ന പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത് 3.5 LPA, 4 LPA, TCS, ഇൻഫോസിസ്, വിപ്രോ, പിന്നെ UST ഇതുപോലുള്ള കുറച്ച് കമ്പനികളാണ് ഇവരെല്ലാരെയും റിക്രൂട്ട് ചെയ്യുന്നത്. ഇത് റിയാലിറ്റിയാണ്. അപ്പൊ അതിനനുസരിച്ച് അത് വന്നിട്ട് ഈ
ബിടെക് കഴിയുന്നവർക്കൊന്നും പ്ലേസ്മെന്റ് ഇല്ല, ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് പറയുന്നത് അർത്ഥമില്ല. നിങ്ങൾ ബിടെക് ഇന്ത്യയിലുള്ള എല്ലാ കോഴ്സിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ വളരെ അധികമാണ്. നിങ്ങൾ ഏത് കോഴ്സും എടുത്തോ, BA, BSc, BCom, BBA, LLB, എന്ത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും സപ്ലൈ വളരെയധികം കൂടുതലാണ്. അപ്പൊ സപ്ലൈ കൂടുതലാവുന്ന സമയത്ത് ഒന്നിലും നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ നിങ്ങളിപ്പം ഒരു സാധാ കോളേജാണ് പെട്ടുപോയെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊന്നുമല്ല. നിങ്ങൾ എക്സെപ്ഷണൽ ആയിട്ട് അവിടെ നിന്ന് ഒരുപാടധികം നിങ്ങളുടേതായ പ്രൊജക്ട്സ് ചെയ്യുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ലിങ്ക്ഡിനിൽ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു നീഷ് കണ്ടുപിടിച്ച് നിങ്ങളായിട്ട് കുറെ അപ്സ്കിൽ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ നീഷ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് വേസ് ടു ഗെറ്റ് ഇൻ ടു ബെസ്റ്റ് കോളേജസ് സോ ദാറ്റ് ഓൾറെഡി നിങ്ങൾക്ക് അവിടെ ഒരു എഡ്ജ് കിട്ടും. കാരണം ഒരുപാട് സപ്ലൈ വരുന്ന സമയത്ത് ഡിമാൻഡ് ഒരു ലിമിറ്റഡ് ആണ്, കുറവെന്നല്ല, ലിമിറ്റഡ് ആവുന്ന സമയത്ത് അവരെപ്പോഴും ഒരു ഫിൽറ്റർ ഇടും. ആ ഫിൽറ്ററിന്റെ ഈസിയസ്റ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് അവർ പഠിച്ച കോളേജിന്റെ ബ്രാൻഡ് നോക്കാനാണ്. അല്ലെങ്കിൽ പിന്നെ ഉള്ള ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു 10 വേക്കൻസി ഉണ്ട് എനിക്കൊരു ജോലിക്ക്, എനിക്കൊരു 500 പേര് അല്ലെങ്കിൽ 1000 പേര് എന്റെ ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓരോ കുട്ടിയും ഇന്റർവ്യൂ ചെയ്തെടുക്കണമെന്നത് ഇത് IIM ഇൻഡോറിന്റെ ഡയറക്ടർ ഡോക്ടർ ഹിമാൻഷു റായ് പറഞ്ഞതായിരുന്നു. ഈ IIM ഇൻഡോറിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെ അവർ കൊണ്ടുവന്നെന്ന് നോക്കിയപ്പോൾ, അതായത് 10 ഇത്ര പെർസെന്റ് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് കാറ്റ് എഴുതി ഒരു 90+% എല്ലാ സ്റ്റുഡൻസിനെയും പുള്ളിക്കാരൻ ഇന്റർവ്യൂ ചെയ്യണമെന്നാണ്. പക്ഷെ അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ 2-3 വർഷം എടുക്കും ഒരു സൈക്കിൾ ഇന്റർവ്യൂ തന്നെ. അപ്പം എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിൽറ്റേഴ്സ് ഉണ്ട്. ജോബ് മാർക്കറ്റിൽ ഇടുന്ന വലിയൊരു ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കോളേജിന്റെ ബ്രാൻഡാണ്. ഓക്കെ, അപ്പൊ MBA ചെയ്യുന്ന സമയത്ത് MBA എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സിന്റെ മാനേജ്മെന്റ്. ഇപ്പൊ MBA കഴിഞ്ഞ ആൾക്കാർക്ക് തന്നെ പല ടൈപ്പ് ജോബ്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് ഇപ്പം ഇപ്പം സാധാരണ വളരെ സാധാരണ MBA കോളേജിൽ നിന്ന് ഈവൻ പ്ലേസ്മെന്റ്സിന് ഈ പറയുന്ന മോളുകളിലൊക്കെ റിസപ്ഷനിൽ അല്ലെങ്കിൽ അതിന്റെ റിസപ്ഷൻ ഓഫീസ് അല്ലെങ്കിൽ ഏതെങ്കിലും സിഇഒയുടെ റിസപ്ഷൻ ഓഫീസിൽ വരെ നിൽക്കാൻ MBA ഗ്രാജുവേറ്റ്സിന് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റോർ മാനേജർ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള റോൾസിൽ ഗ്രോത്ത് കുറവുള്ള റോൾസിലും ഈ പറയുന്ന സാധാരണ കോളേജിൽ നിന്നുള്ള MBA എടുക്കുന്നുണ്ട്. അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതും ഒരു കൈൻഡ് ഓഫ് ജോബ് ആണ് MBA കഴിഞ്ഞിട്ട് നമുക്ക് കയറാൻ പറ്റുന്നത്. ഇപ്പൊ ഈ പറയുന്ന അങ്ങനത്തെ ജോബ് ഒരുപാടുണ്ട്. ഇപ്പൊ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഞാൻ പണ്ട് സാംസങ്ങിൽ വർക്ക് ചെയ്ത സമയത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് ഉണ്ട്. നമ്മുടെ ഇവിടെ നമ്മുടെ കോഴിക്കോട് താമരശ്ശേരിയിലൊക്കെ ഉള്ള ചെറിയ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ അവിടുത്തെ ഈ അക്കൗണ്ടന്റ് ആയിട്ടിരിക്കുന്നതും പല നാട്ടിലെ കോളേജിൽ നിന്ന് MBA കഴിഞ്ഞ ആൾക്കാർക്കാണ്. അവർക്ക് 20-25,000 രൂപയെ ശമ്പളം കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ജോലി അബണ്ടന്റ് ആയിട്ടുണ്ട്. ഇത് എല്ലാ കോഴ്സിനും ഉണ്ട്. ബിടെക്കാർക്കും ഉണ്ട്. ബിടെക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ 3.5 LPA കിട്ടുന്ന ജോബുകൾ ഒരുപാടുണ്ട്. നമ്മൾ അതല്ലല്ലോ നോക്കുന്നത്. നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MBA കഴിഞ്ഞിട്ട് കിട്ടുന്ന ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഗ്രോത്ത് ട്രജക്ടറി വേണം, ഹൈ ലെവൽ ഓഫ് ലേണിംഗ്സ് വേണം. അപ്പം ഇപ്പം മാർക്കറ്റിംഗ് ആണെങ്കിൽ പോലും നമ്മൾ സെയിൽസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1 വർഷത്തിൽ കൂടുതൽ നമ്മൾ സെയിൽസിൽ നിൽക്കില്ല. 1 വർഷം കഴിയുമ്പോൾ നമ്മൾ സെയിൽസിൽ നിന്ന് നേരെ മാർക്കറ്റിംഗ് കയറി അങ്ങനത്തെ ഒരു ട്രജക്ടറിയിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. മനസ്സിലായില്ല? അപ്പം ഈ MBA കഴിഞ്ഞാലുള്ള ജോലിയുടെ ഇപ്പം ഈ ഒരു Tier 1 കോളേജിൽ തന്നെ കയറുക എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. കാരണം ടോപ്പ് ടയർ കമ്പനീസിലൊക്കെ ഉള്ള ടോപ്പ് മാനേജ്മെന്റ് റോൾസിലേക്ക് ഇവർ ഫ്യൂച്ചർ ലീഡേഴ്സിനെ എടുക്കുന്നത് ടോപ്പ് കോളേജിൽ നിന്ന് മാത്രമാണ്. അതൊരു റിയാലിറ്റിയാണ്. അതായത് ക്യാമ്പസ് പ്ലേസ്മെന്റ് POV അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എക്സെപ്ഷൻ ആയിട്ട് ഔട്ട്ലേഴ്സിനെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല. ഞാൻ ജനറൽ ഓഡിയൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് എന്നെ സാംസങ് എടുത്തു. സാംസങ് എനിക്ക് എടുത്ത സമയത്ത് എനിക്ക് തന്നൊരു സാലറി എന്ന് പറയുന്നത് എനിക്ക് അതിന്റെ മുന്നേ ഉള്ള ബിടെക് കഴിഞ്ഞാൽ കിട്ടുന്നതിന്റെ ഒരു 6x 7x സാലറിയാണ്. അതിന് മാത്രം ഞാൻ അപ്സ്കിൽ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഞാൻ തന്നെ അതിശയിച്ചു, എനിക്ക് എന്തിനാ ഇത്രയും സാലറിയും ഇത്രയും ഒരു കമ്പനിയിൽ ഇങ്ങനത്തെ റോളൊക്കെ തരുന്നത്. പക്ഷെ അവരെങ്ങനെ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇവനൊരു നല്ല കോളേജ് ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് ഫ്യൂച്ചറിൽ അങ്ങോട്ട് നല്ല രീതിയിൽ ഇവനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ലീഡർ ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പല കമ്പനീസും മാനേജ്മെന്റ് ട്രെയിനി പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് ടോപ്പ് ബി സ്കൂൾസിൽ പോയിട്ട്, അത് ടോപ്പ് ബി സ്കൂൾസ് ടോപ്പ് 10 ടോപ്പ് 15 മാത്രം പോയിട്ട് ആൾക്കാരെ എടുക്കും. എന്നിട്ട് അവരൊരു 1-2 വർഷം അവർ ട്രെയിൻ ചെയ്യും, നല്ല പാക്കേജ് കൊടുക്കും. എന്നിട്ട് അവരെ ഫ്യൂച്ചറിൽ ഒരു VP ലെവലൊക്കെ എത്തിക്കാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് അവർ ഈ സാധനങ്ങൾ എടുക്കുന്നത്. ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ശരിക്കും ഒരു ടോപ്പ് ടയർ കോളേജിൽ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പ് ടയർ കോളേജിൽ കയറി കഴിഞ്ഞാൽ തന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ വന്നാലും എന്ത് വന്നു കഴിഞ്ഞാലും ഈ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടിയർ ഓഫ് കോളേജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇനി വന്നു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോളേജിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന കോഴ്സിനല്ല. ഞാൻ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ BTech, BCom, BA, BBA, MBA ഉൾപ്പെടെ എല്ലാത്തിനെയും കരിക്കുലം ഔട്ട്ഡേറ്റഡ് ആണ്. ഇത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും നമ്മളെ ഇലക്ട്രോണിക്സിൽ പഠിപ്പിക്കുന്ന സാധനങ്ങളും ഇപ്പം നമ്മളുടെ ഒരു ടെക്നോളജി അഡ്വാൻസ്മെന്റ്സ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും തമ്മിലൊരു കണക്ഷനും ഇല്ല. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ പോലും ഇപ്പൊ അടുത്ത് എന്റെ അടുത്ത് ഒരു സ്റ്റുഡന്റ് പറയുന്നുണ്ടായിരുന്നു, അവരെ പൈത്തൺ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ അടുത്ത് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ചെന്ന പിള്ളേർ ചോദിച്ചു, സാറേ ഏത് ലാപ്ടോപ്പ് വാങ്ങണം, സ്പെക്സ് എന്താ വേണ്ടത്, പൈത്തൺ ഒക്കെ ചെയ്യാം. അപ്പൊ പറഞ്ഞു, മോനെ കമ്പ്യൂട്ടർ ഒന്നും വാങ്ങണ്ട, നീ അങ്ങ് എഴുതി പഠിച്ചാൽ മതി.
ഏത് പൈത്തൺ സ്ക്രിപ്റ്റ് എഴുതി പഠിച്ചാൽ മതി. അപ്പം ഈ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ നല്ല കോളേജുകളിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വേറെ അവിടെ നിന്ന് കിട്ടാത്ത സാധനം എന്ന് പറയുന്നത് ഒന്ന് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പോഷറാണ്. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ആണ്. പിന്നെ രണ്ടാമത്തെ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാൻഡാണ്. ഒരു ഈസി ഫിൽട്ടറാണ്. ഇപ്പം ഞാൻ IIM ഗ്രാജുവേറ്റ് ചെയ്യുന്നതിന് മുന്നേയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി, അതായത് ഒരുപാട് ഇപ്പം സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന അങ്ങനത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടി പല ആൾക്കാരെയും മെസ്സേജ് ചെയ്യുമ്പോൾ അവരുടെ ഇഗ്നോർ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു IIM ബ്രാൻഡ് വന്നതിന് ശേഷം ഈവൻ ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ തുടങ്ങുമ്പോഴും ഞാനിപ്പോൾ ഒരു ഡൊണേഷൻ ഫണ്ടിങ് അല്ലെങ്കിൽ CSR മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് IIM നിന്നാണല്ലേ, ഇത്രയും ചെറിയ പ്രായത്തിൽ IIM നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ കമ്പനി നടത്തുകയാണല്ലേ, കൊള്ളാം. അപ്പം ഇത് എന്റെ കഴിവാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷെ ആ ഒരു ബ്രാൻഡ് നമുക്ക് അങ്ങനത്തെ ഒരു ലെവറേജ് തരുന്നുണ്ട്. കാരണം അതിന്റെ സെലക്ഷൻ റേറ്റ് അത്രയും സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ പല ആൾക്കാരും എന്റെ അടുത്ത് പറയാറുള്ള വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചേട്ടാ ഈ IIM കയറാൻ ടഫ് അല്ലേ, പക്ഷെ തീരെ കോമ്പറ്റീഷൻ ഇല്ലാത്ത വേറൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ വെറുതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, അത് അടിപൊളിയാണെന്നാണല്ലോ പറയുന്നത്. ഇല്ല, അത് എത്ര വലിയ അവിടെ എന്ത് ആനമുട്ട ഒഴുങ്ങി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കോമ്പറ്റീഷൻ IIT ആക്കുന്നത് ആ ജെയുടെ കോമ്പറ്റീഷനാണ്. ആ കോമ്പറ്റീഷൻ ക്ലിയർ ചെയ്ത് വരുന്നവർക്ക് ഒരു കഴിവുണ്ടാവും എന്നാണ് പൊതുവെ ഉള്ള പെർസെപ്ഷൻ. അത് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും എന്റെ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല, അതെന്റെ ഡിബേറ്റിൽ വരുന്നൊരു കാര്യമല്ല. അതേപോലെ ഇത്രയും പേരിടുന്ന കാറ്റിൽ നിങ്ങളൊരു ടോപ്പ് പെർസെന്റേജിൽ വന്നു, അതുകൊണ്ട് ഒരു ഇന്റർവ്യൂ ക്ലിയർ ചെയ്താണ് നിങ്ങൾ IIM കയറിയത്, പിന്നെ 2 വർഷം IIM അത്ര എക്സ്പോഷറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ കമ്പനീസ് ഒക്കെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ചെയ്തത്, അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ആ സൊസൈറ്റി ആ വാല്യൂ തരുന്നത്. പിന്നെ വേറൊരു സാധനം എന്ന് പറയുന്നത് അലുമിനിയാണ്. അലുമിനി എന്ന് പറയുന്നത് ശരിക്കും ഒരിക്കലും നമുക്ക് നിങ്ങൾ അത് ഏത് കോളേജാണെങ്കിലും നിങ്ങൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അവരുടെ കോളേജിനുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിപ്പം Tier 1 ഒക്കെ വിടുക, നിങ്ങളിപ്പോൾ നാട്ടിലൊരു സാധാ കോളേജിൽ പഠിച്ചാണെങ്കിൽ പോലും നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കോളേജിൽ പിള്ളേർക്ക് 4 ജോലി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ അതൊരു മാറ്റർ ഓഫ് പ്രൈഡ് ആയിരിക്കും. നിങ്ങൾ പഠിച്ച കോളേജിൽ പോയി അവിടുത്തെ ടീച്ചർമാരെ കണ്ട് അവിടുത്തെ 4 പിള്ളേരെ പ്ലേസ്മെന്റ് ഡ്രൈവിന് പോകുന്നത് ഒരു പവറാണ്. ഈ പവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഗസി ബി സ്കൂൾസിൽ അല്ലെങ്കിൽ ലെഗസി IIT എന്താണെങ്കിലും അവരുടെ അലൂമിനീസ്, അതാണ് ഇപ്പം ഈ മാർക്കറ്റൊക്കെ കുറച്ച് ഡൗൺ ആയി, മാർക്കറ്റ് ഡൗൺ ആവും അപ്പാവും. പക്ഷെ മാർക്കറ്റ് ഡൗൺ ആകുമ്പോഴും ഇപ്പം പല കോളേജസും അവരുടെ അലൂമിനീസിന് ഒരു മെയിൽ അയക്കുക ചെയ്യുക. അപ്പൊ അലൂമിനീസ് പറയും ഞാൻ ഇത്ര പിള്ളേരെ എടുത്തോളാം എന്ന് പറയും. കാരണം അവരൊക്കെ വലിയ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പനികൾ റൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഈ പറയുന്ന ലെവറേജുകളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AI ChatGPT കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലോ കിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു വലിയൊരു നെറ്റ്വർക്ക്, പിന്നെ വൈഡർ പെർസ്പെക്റ്റീവ്സ്, പിന്നെ എന്ത് സ്കിൽ സെറ്റ് വേണമെങ്കിലും ഇപ്പം എനിക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഫിനാൻസിന്റെ ഡൗട്ട് ചോദിക്കണം, അല്ലെങ്കിൽ അതിലുള്ള ഒരാളെ കണക്ട് ചെയ്യണം, ഇന്ന കമ്പനിയുടെ ഒരു കണക്ഷൻ വേണം, എല്ലാം നമ്മുടെ അലൂമിനി നെറ്റ്വർക്കിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബാച്ച്മേറ്റ്സ് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ബാച്ച്മേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു 10 വർഷം മുന്നേ എന്റെ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പൊ പല കമ്പനീസിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്. ഒരു 10 വർഷം കഴിയുമ്പോൾ എന്റെ ബാച്ച്മേറ്റ്, ഞാനിപ്പോ ഗ്രാജുവേറ്റ് ചെയ്തിട്ട് 3 വർഷമാണ്, ഇപ്പൊ തന്നെ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ പല കമ്പനീസിന്റെയും ഈ പറയുന്ന സിഇഒയുടെ കൂടെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ വലിയ കമ്പനീസിൽ വലിയ IPOs ചെയ്യുന്നു, ആ ലെവലിലാണ്. 10 വർഷം കഴിയുമ്പോൾ എന്റെ ചങ്കുകൾ, അതായത് എന്റെ കൂടെ പഠിച്ച ആൾക്കാർ ഈ പറയുന്ന വലിയ കമ്പനീസിന്റെ ടോപ്പിലിരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കമ്പനീസ് മാത്രമല്ല വേറെ പല മേഖലകളിൽ വലിയൊരു നിലയിൽ ഇരിക്കുന്നതായിരിക്കും. കാരണം കരിയർ ട്രജക്ടറി എന്ന് പറയുന്നത് ഇപ്പം എഗെയിൻ പല ആൾക്കാരും കമ്പയർ ചെയ്യുന്ന ഒരു സാധനം, ഇപ്പൊ എനിക്ക് എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് 10 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ഞാൻ എന്തിനു പോയിട്ട് ഒരു MBA ചെയ്ത് അവിടെ 2 വർഷം എനിക്ക് ശമ്പളം കിട്ടില്ല, എന്നിട്ട് ഞാൻ 20 ലക്ഷം രൂപ ലോൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാൽക്കുലേഷൻ. Tier 1 കോളേജസിനാണെങ്കിൽ നിങ്ങൾ ഈ കാൽക്കുലേഷൻ മണ്ടത്തിലും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം IIT ഖരഗ്പൂർ, മദ്രാസ് പോലുള്ള കോളേജുകളിൽ നിന്ന് ബിടെക് കഴിഞ്ഞ് അത്ര ഓപ്പർച്യൂണിറ്റി ഉള്ളവർ പോലും IIMs ടോപ്പ് ബി സ്കൂൾസിൽ വന്നിട്ട് അവർ MBA ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ MBA ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കരിയർ ട്രജക്ടറി, അത് പൈസ മാത്രമല്ല, പൈസ ഒരു ഫാക്ടറാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പോയിന്റിൽ നിങ്ങൾ സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കില്ല. കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ സ്റ്റാഗ്നന്റ് ആയി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി വേറൊരു കമ്പനിയിലോട്ട് സ്വിച്ച് ചെയ്യാനോ വേറൊരു സെക്ടറിലോട്ട് സ്വിച്ച് ചെയ്യാനോ ആ കമ്പനിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം വേറെ 10 കമ്പനി നിങ്ങൾക്ക് ജോലി തരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് ആ ഒരു നെഗോസിയേഷൻ പവർ കൂടുതലായിരിക്കും. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞാലും അതിന് മാത്രം ആൾക്കാരൊന്നും ടോപ്പ് ബി സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നില്ല. എല്ലാ വർഷവും ആകെ ഒരു 10,000-ൽ ചോട ആൾക്കാരെ ഇന്ത്യ പോലെ 150 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നിന്ന് ടോപ്പ് ഒരു 20-30 ബി സ്കൂൾസ് ഇറങ്ങുന്നുള്ളൂ. IIM മാത്രം എല്ലാ IIM കൂട്ടി നിർത്തിയാൽ പോലെ 5,000 പേര് ഒരു വർഷം ഇറങ്ങുന്നുള്ളൂ. ഈ 5,000 പേര് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു മാർക്കറ്റൊക്കെ വെച്ചിട്ട് വളരെ ചെറുതാണ്, ഈസിലി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം AI കൊണ്ട് ഇനി റെലവെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോഴ്സ് വൈസ് നിങ്ങളവിടെ പഠിക്കുന്ന സാധനം റെലവെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ടുമല്ല, അത് AI ഒന്നും വരുന്നതല്ല. ഇതൊക്കെ നമ്മൾ 10-20 വർഷമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഈ കോളേജിൽ പഠിപ്പിക്കുന്ന ഇൻഡസ്ട്രി തമ്മിൽ വല്ല ബന്ധമാണ്. അത് ഇൻഡസ്ട്രിക്ക് അറിയാൻ നിങ്ങൾ കോളേജിൽ പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇൻഡസ്ട്രിക്ക് വലിയ കാര്യമൊന്നുമില്ല.
നിങ്ങൾ ആ ഒരു കോമ്പറ്റീഷൻ ക്രാക്ക് ചെയ്ത് അകത്തിരുന്നു, അവിടെ നിന്ന് എക്സ്പോഷർ, പിന്നെ പ്രഷർ മാനേജ് ചെയ്യാൻ നല്ലോണം പഠിക്കും. നിങ്ങൾ പല ടൈപ്പ് ആൾക്കാരുമായിട്ട് ഗ്രൂപ്പ്സ് ഫോം ചെയ്ത്, അപ്പം നിങ്ങൾ ചില ആൾക്കാർ തീരെ കോപ്പറേറ്റീവ് അല്ലാത്ത ആൾക്കാർ, കോപ്പറേറ്റീവ് ആയ ആൾക്കാർ, നിങ്ങൾ മൾട്ടിപ്പിൾ സാധനങ്ങൾ ഒരേ സമയത്ത് ജഗ്ൾ ചെയ്യാൻ പഠിക്കും, ടൈം മാനേജ്മെന്റ് പഠിക്കും. അപ്പൊ ഇതെല്ലാം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വലിയ എഡ്ജ് ഉണ്ടാവും. ഇനി പ്ലേസ്മെന്റ്സ് റിയാലിറ്റിയെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഒരു ബി സ്കൂൾ ഇപ്പം IIM ഇൻഡോർ ഇപ്പം പറയുന്ന ഒരു 27 to 30 lakhs ആണ് അവരുടെ ആവറേജ് പാക്കേജ് എന്നാണ്. അപ്പം ഈ ഒരു ബാക്കി നോൺ IIM കോളേജസുമായിട്ട് നോൺ ബി സ്കൂൾസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഒരു MBA കോളേജിൽ ഇപ്പൊ കുറെ കോളേജുകൾ പുതിയ കുറെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം IIM കോഴിക്കോടിൽ PGP LSM PGP ഫിനാൻസ് തുടങ്ങിയിട്ടുണ്ട്, IIM ബാംഗ്ലൂരിൽ PGDBA തുടങ്ങിയിട്ടുണ്ട്, IIM ഇൻഡോറിൽ HR പ്രോഗ്രാം റണ്ണിങ്. ഇതൊക്കെ ഉണ്ടെങ്കിലും കോർ പ്രോഗ്രാം, അതായത് ഒരു 10, 400, 300, 400, 500 കുട്ടികൾ എടുക്കുന്ന വലിയ പ്രോഗ്രാം എന്ന് പറയുന്നത് അവരുടെ ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിൽ ശരിക്കും എല്ലാവരും പഠിക്കുന്ന ഒരേ കോഴ്സാണ്. അൺലൈക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 10,000 ഒരു 1000 കുട്ടികളുണ്ടെങ്കിൽ ഈ 1000 കുട്ടികളിൽ 100 പേര് കമ്പ്യൂട്ടർ സയൻസ്, അവർക്ക് നല്ല പ്ലേസ്മെന്റ് കിട്ടും. 50 പേര് പ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്, അവർക്ക് പ്ലേസ്മെന്റേ കിട്ടില്ല. കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കും, പ്ലേസ്മെന്റേ കിട്ടില്ല. എന്നിട്ട് അവരെന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു IT ജോബിൽ അങ്ങനെയും കയറിപ്പോ ഇവർക്ക് പ്ലേസ്മെന്റ് കുറവായിരിക്കും, അവർക്ക് കൂടുതലായിരിക്കും. ഈ ഒരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദി മീഡിയൻ വാല്യൂ വളരെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് പറയാണ് നമ്മുടെ ഇവിടുത്തെ കോളേജിൽ ഇപ്പൊ NIT കാലിക്കറ്റ് നിങ്ങളുടെ അടുത്ത് പറയാം നമ്മുടെ ആവറേജ് പാക്കേജ് 15 ആണെന്ന് പറയുകയാണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഒരു 13നും 17നും ഇടയ്ക്ക് കിട്ടുമെന്നല്ല. അവിടെ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്, അവിടുത്തെ ലോവസ്റ്റ് വാല്യൂ ചിലപ്പോൾ ഒരു 4 lakhs 5 lakhs ആയിരിക്കും, ഹയസ്റ്റ് ചിലപ്പോൾ ഒരു 50-60 ലക്ഷം വരെ പോയിട്ടുണ്ടാവും. ഇതിന്റെ ഇടയ്ക്കുള്ള എല്ലാ ഏരിയാസിലും നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സ് ഉണ്ടാവും. അതിൽ കൂടുതൽ ഈ പറയുന്ന എന്താ പറയാ, ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് വലിയ പാക്കേജ് കിട്ടിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പ്ലേസ്മെന്റ് ഇൻഫ്ലേറ്റഡ് ആയിട്ട് കാണിക്കുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ക്രൗഡ് ഇറങ്ങുന്ന ഒരു കോളേജാണ്. MBA സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരേ കോഴ്സ് ആയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു 27 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റിയലിസ്റ്റിക്കലി ബിറ്റ്വീൻ ഒരു 20 to 35 ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ 1 crore എന്നൊക്കെ ഹയസ്റ്റ് പാക്കേജ് കാണിക്കുന്ന 1-2 പേർക്കൊക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരു 10 പേർക്ക് 1 കോടി കിട്ടിയിട്ട് ഈ പ്ലേസ്മെന്റ് ഫിഗർ ഇൻഫ്ലേറ്റ് ആയതൊന്നുമല്ല. ഇപ്പൊ ഞാൻ കൈമന്തോട് പഠിക്കുമ്പോൾ ശരിക്കും ഒരു 1 crore ഒന്നും ആർക്കും കിട്ടിയില്ല. ഹയസ്റ്റ് എന്ന് കിട്ടിയത് എന്തോ 50 എങ്ങാണ്ടാണ്. പക്ഷെ എല്ലാവർക്കും ആവറേജ് ഒരു 25 റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു സംവെയർ ബിറ്റ്വീൻ ഒരു 18 to 30, 35 ഒക്കെ എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പാക്കേജ് ശരിക്കും ഈ പറയുന്ന അത്ര, അതായത് ഇപ്പം 24 lakhs ആണ് നമ്മുടെ പാക്കേജ് എങ്കിൽ എല്ലാ മാസവും 2 ലക്ഷം വെച്ച് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അതായത് ഇതിനകത്ത് ഒരു ജോയിനിങ് ബോണസ് കോമ്പണന്റ് മിക്കവാറും ബി സ്കൂൾസ് നിന്ന് ഹയർ ചെയ്യുമ്പോഴൊക്കെ ഒരു ജോയിനിങ് ബോണസ് കോമ്പണന്റ് ഉണ്ടാവും. അത് വേരീസ്, മിക്കവാറും കമ്പനീസ് അത് ഓഫർ ചെയ്യും. ഒരു 2 lakhs തൊട്ട് 5 lakhs വരെ അവർ ജോയിനിങ് ബോണസ് ആയിട്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വർക്ക് ആദ്യമായിട്ട് നിങ്ങൾ വർക്ക് ഫോഴ്സിൽ കയറുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ടാവും. അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു 1 time ജോയിനിങ് ബോണസ് വരും. ചിലപ്പം അതൊരു റീറ്റൻഷൻ ബോണസും കൂടി അത് തരും. അതായത് ആദ്യം ഒരു 2 ലക്ഷം രൂപ തരും. ആ 2 ലക്ഷം രൂപ നമ്മൾ കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ 1 വർഷം കമ്പനിയായിട്ട് വർക്ക് ചെയ്യണം. 1 വർഷം കംപ്ലീറ്റ് ചെയ്താൽ പിന്നെയും അവരൊരു 2-3 ലക്ഷം തരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഒരു വർഷം നിൽക്കണം. അപ്പം ഈ ഒരു കോമ്പണന്റ് ചിലപ്പോൾ ക്യാൻസൽ ആവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CTC എന്നാണ് പറയുന്നത്. CTC ഈസ് കോസ്റ്റ് ടു കമ്പനി. അതായത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി കമ്പനി എന്തൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇൻഹാൻഡ് സാലറി വരുന്നത്. പിന്നെ ടാക്സ് വരുന്നുണ്ട്. ടാക്സ് ഇപ്പം പുതിയ ന്യൂ റെജീം ഒക്കെ വന്നിട്ട് അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള സാധനമല്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു 1 lakh മന്ത്ലി ഇൻഹാൻഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരാളുടെ പാക്കേജ് ഒരു 15 to 16 lakhs CTC വേണം. 15 to 16 CTC വേണം. അപ്പം അതായത് നമ്മളുടെ ഒരു ന്യൂ IIMസിലൊക്കെ ട്രിച്ചി, ഉദയ്പൂർ, റാഞ്ചി, റായ്പൂർ, കാശിപ്പൂർ എന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ 15, 16, 17 എന്നൊക്കെ ക്ലെയിം ചെയ്താൽ മന്ത്ലി നമുക്ക് റിയലിസ്റ്റിക്കലി കയ്യിൽ സ്റ്റാർട്ടിങ് കിട്ടാൻ പോകുന്നത് ഒരു 80 to 1 ആണ്. പക്ഷേ എക്സെപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു 1.2 വരെയൊക്കെ ഇൻഹാൻഡ് കിട്ടുന്നുണ്ടാവും. ഇനി ദാറ്റ് ബീങ് സെഡ്, എന്റെ ഒരു ഫ്രണ്ട് ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്നത്, ഇഫ് യു ആർ വെരി അംബിഷ്യസ് യു ഹാവ് ദി ലെവറേജ്, ബിക്കോസ് നിങ്ങൾ നല്ല ബ്രാൻഡിലാണുള്ളത്. എന്റെ ഒരു ഫ്രണ്ട് IIM ഉദയ്പൂർന്ന് കഴിഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞൊരു 1 year പുള്ളിക്കാരൻ 2 ജോബ്സ് ചെയ്തു. ബിക്കോസ് ഹി വോണ്ട് മണി, ലൈക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതാണ്. ഹി ഈസ് നൗ ഏർണിംഗ് 2 lakhs ഇൻ ഹാൻഡ് ആഫ്റ്റർ ടാക്സ് പെർ മന്ത്. ഇപ്പൊ സൊമാറ്റോയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ എസെൻഷ്യലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഫ് യു ആർ എ ഗോ ഗെറ്റർ യു ക്യാൻ ഏൺ മോർ ദാൻ ദാറ്റ്. പക്ഷെ ക്യാമ്പസിൽ കിട്ടുന്ന പ്ലേസ്മെന്റ്സിൽ ഇത്ര ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു ഓൾഡ് IIMs അല്ലെങ്കിൽ ഒരു Tier 1 IIM കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25, 27 എന്ന് പറയുമ്പോഴത്തേക്കും റിയലിസ്റ്റിക്കലി നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഇയർ ഒരു 1.6 to 1.7 ആണ് നിങ്ങളുടെ ഇൻഹാൻഡ് കിട്ടുക. അതായത് ഒരു 20 to 22 lakhs ആണ് നിങ്ങളുടെ ഇൻഹാൻഡ് കിട്ടുക. പിന്നെ അതിന്റെ കൂടെ റോൾസ് അനുസരിച്ച് ഇപ്പം ഇൻസെന്റീവ്സ് ഉള്ള ഇതിനകത്താണൊക്കെ അത് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഉണ്ടാവും, നല്ല രീതിയിലുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഒരു ഫ്രണ്ട് ഹു ഈസ് വർക്കിംഗ് ഇൻ IB, പുള്ളിക്കാരൻ ഏതാണ്ട് ഒരു 10-30 ലക്ഷം രൂപ ഒരു 1 year ബോണസ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അറ്റ് ദ സെയിം ടൈം സെയിൽസിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഞാൻ സാംസങ്ങിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏതാണ്ട് എന്റെ സാലറിയുടെ ഒരു 25% എക്സ്ട്രാ എനിക്ക് എന്റെ ഇൻസെന്റീവ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു സാലറി മാത്രം വെച്ചിട്ടല്ല. ഒന്ന് സാലറി തന്നെ ഈ പറയുന്ന ചെറിയൊരു ജോയിനിങ് ബോണസ്, റീറ്റൻഷൻ ബോണസ്, ചില ആൾക്കാർ ESOPs പറയും. അതായത് റിയലിസ്റ്റിക്കലി ഒരു 25 റേഞ്ചിലൊക്കെയാണ് ശരിക്കും Tier 1 B schools കിട്ടുക. 50 ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിനകത്ത് മിനിമം ഒരു 10 lakhs എങ്കിലും ESOPs ആയിരിക്കും, അല്ലെങ്കിൽ 10-15 lakhs ESOPs ആയിരിക്കും. അപ്പൊ ESOP എന്ന് പറയുന്നത് അവരുടെ സ്റ്റോക്ക് ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തതാണ്. അപ്പൊ അതവര് ഒരു 15 വർഷം കൊണ്ട് ക്ലെയിം ചെയ്യാൻ, ഒരു 15 ലക്ഷം രൂപ ഒരു 3-4 വർഷം കൊണ്ടായിരിക്കും ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ 5 വർഷം ഒരു കമ്പനിയായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ 15 നിങ്ങൾക്ക് ആ ഒരു പീരീഡിലാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക. അത് എല്ലാ വർഷവും നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ട് കിട്ടുന്നതല്ല. ശരിക്കും റിയലിസ്റ്റിക്കലി ഒരു 50 ലക്ഷം എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 35 അല്ലെങ്കിൽ ഒരു 32 ഒക്കെ ആയിരിക്കും നിങ്ങളുടെ CTC ഉണ്ടാവുക. ഹൈലി ലൈക്ലി ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 33യുടെ മുകളിലൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ Tier 1 B schools നമുക്ക് സാലറി പോകാറില്ല. പോകുന്നുണ്ടെങ്കിൽ അത് ESOPs ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് കിട്ടാറ്. പക്ഷെ ദിസ് ഈസ് ഓൾസോ വെരി ഗുഡ് ബിക്കോസ് നിങ്ങൾ അല്ലാതെ ഇപ്പോൾ ഒരു BA, BCom, BBA ബാക്കിയുള്ള കോഴ്സസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മാർക്കറ്റിൽ ശരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഒരു 5 to 6 lakhs ഒക്കെയാണ്. അതൊന്നും നിങ്ങൾ റോള് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആൾക്കാർ പറയും ഞാൻ IIT നിന്നാണ് കഴിഞ്ഞ, NIT നിന്നാണ് കഴിഞ്ഞ, എനിക്ക് ഇപ്പൊ ഓൾറെഡി 15 കിട്ടുന്നുണ്ട്, 2 വർഷം നിന്നാൽ 2 പ്രൊമോഷനിൽ എനിക്ക് 30 കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വ്യത്യാസം. എന്റെ ഒരു ഫ്രണ്ട് Capgeminiയിൽ അവൻ അവരുടെ എലൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ത്രൂ കയറിയതാണ്. എന്നിട്ട് കയറി അവൻ പറഞ്ഞത് അവന് 22 വയസ്സുള്ളൂ, അവൻ IPMR, അതായത് അവന് വർക്ക് എക്സ്പീരിയൻസിൽ 22 വയസ്സേ ഉള്ളൂ. അവൻ MBA കഴിഞ്ഞിട്ട് കയറിയ റോളില് അവന്റെ അവിടെ ജോയിൻ ചെയ്ത എഞ്ചിനീയേഴ്സ് സാലറി ഇവനെക്കാരും കുറച്ച് കുറവേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ലെവൽ ഡിഫറൻസ് എന്തോ 4-5 ലെവലിന്റെ ഡിഫറൻസ് ഉണ്ട്, അത്ര അധികം ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവൻ പറയുന്നത് എന്റെ സെയിം അല്ലെങ്കിൽ എന്നെക്കാളും പ്രായം കൂടിയ ആൾക്കാരാണ്, പക്ഷെ അവരുമായിട്ട് നമുക്ക് ചില്ല് ചെയ്യാൻ അധികം പറ്റില്ല, കാരണം കുറെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മാനേജർ ആയതുകൊണ്ട്, അതും 3-4 ലെവൽ മുകളിലായതുകൊണ്ട് നമ്മളൊരു ഹയർ ലെവലിൽ നിൽക്കണം. അപ്പം ഈ ഹൈ ലെവൽ ഓഫ് ഓണർഷിപ്പും പിന്നെ അവിടെ നിന്ന് നമുക്ക് കരിയർ സ്വിച്ചിലേക്ക് കിട്ടുന്ന ലെവറേജും കാണാതെ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് പ്യുവർ മണി ആൻഡ് ROI വെച്ചിട്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ലോങ് ടേമിൽ നോക്കുമ്പോൾ ഇതിന് പിന്നീട് അങ്ങോട്ട് 2-3 ജോബ്സ് ചെയ്യുക. പിന്നെ അത് കഴിയുമ്പോൾ ഇപ്പം MBA ഇല്ലാത്ത ആൾക്കാർ ലീഡർഷിപ്പ് റോൾസ് എത്തുന്നു വെച്ച് കഴിഞ്ഞാൽ എത്തുന്നുണ്ട്. പക്ഷെ അതൊരു പഴയ സെറ്റിങ്ങിലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. കാരണം പണ്ടത്തെ ഇപ്പൊ നമ്മളുടെ പേരൻസിന്റെ ജനറേഷനിലൊക്കെ ഒരാൾക്കാർ ഒരു കമ്പനി ജോയിൻ ചെയ്ത് അവിടെ തന്നെ വർക്ക് ചെയ്ത് കുറെ നാൾ അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് ഒരു 10-15-20 വർഷമൊക്കെ അവരൊരു 50 വയസ്സാകുമ്പോൾ അവരൊരു VP ലെവലൊക്കെ ആവുന്ന കാണാറുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വിത്തിൻ ഒരു 10 years, അതായത് 35 അല്ലെങ്കിൽ ഒരു 33 തന്നെ നിങ്ങൾക്ക് VP ആവാൻ പറ്റുന്ന ലെവലിൽ, അല്ലെങ്കിൽ ഒരു ഇപ്പം ഒരു 30 ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു പ്രൊഡക്റ്റ് ഓണർ, പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ, കൺസൾട്ടിംഗിലാണെങ്കിൽ സീനിയർ കൺസൾട്ടന്റ്, ഈവൻ പാർട്ണർ ഒക്കെ ഒരു 33 ആവാൻ പറ്റുന്ന ലെവലിൽ നിങ്ങൾക്ക് ശരിക്കും കരിയർ ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ഇനീഷ്യൽ സാലറി മാത്രം വെച്ചിട്ടുള്ള ഒരു ബ്ലൈൻഡ് കമ്പാരിസൺ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഇനി അതേ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ബ്രോഡായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പം ഈ ബാംഗ്ലൂരിലുള്ള ചില ഈ പറയുന്ന Tier 4, Tier 5 MBA കോളേജിൽ ഇവിടെയും സാംസങ് വരുന്നുണ്ട് എന്ന് പറയും. സാംസങ് ഇപ്പം ഇൻഡോറിൽ വരുന്ന ഒരു, അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ വരുന്നത് ശരിക്കും അവരൊരു മാനേജ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം. അതിൽ 1 വർഷം സെയിൽസ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ പാക്കേജ് തന്നെ ഒരു ടോപ്പ് ടയർ, ഞാൻ ഈ പറഞ്ഞ പോലത്തെ പാക്കേജ് ആയിരിക്കും. പ്ലസ് 1 വർഷം നമ്മളെ സെയിൽസ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സെയിൽസ് നിർത്തില്ല. കാരണം നമ്മളെ സെയിൽസിൽ നിർത്താതെ അവർക്ക് നഷ്ടമാണ്. നമ്മളെ പണി പഠിക്കാനാണ് നമ്മളെ കുറച്ചാണ് സെയിൽസ് നിർത്തുന്നത്. അത് കഴിഞ്ഞാൽ അവർ നേരെ ഹെഡ് ഓഫീസിൽ വെച്ച് ഗുർഗാവിന്റെ മതിലൊക്കെ കൊണ്ടുപോകും. ഇവരെ കാലാകാലം, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നാട്ടിലെ കോളേജിൽ നിന്നൊക്കെ ഈ പറയുന്ന ASM ഏരിയ സെയിൽസ് മാനേജർ ആയിട്ട് കയറിയ ആൾക്കാരൊക്കെ 15-20 വർഷം ഏരിയ സെയിൽസ് മാനേജർ, സോണൽ സെയിൽസ് മാനേജർ ഒക്കെ ആയിട്ട് ഈ ഒരു ക്ലസ്റ്ററിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം നോട്ട് ഓൾ റോൾസ് ആർ ദി സെയിം. അവരുടെ പേ സെയിം ആയിരിക്കില്ല, അവരുടെ ജോബ് അവർ ചെയ്യേണ്ട പണികളും സെയിം ആയിരിക്കില്ല. അപ്പം നിങ്ങൾ ഒരു കമ്പനി ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഇത് എല്ലായിടത്തും ഒരേ സാധനത്തിനാണ് ഹയർ ചെയ്യുന്നത് എന്ന് വിചാരിക്കരുത്. അപ്പൊ എപ്പോഴും ലുക്ക് ഫോർ ഒരു ബെറ്റർ ടിയർ കോളേജ്. അപ്പൊ പല ആൾക്കാരും ചോദിക്കും, ചേട്ടാ എനിക്ക് ഇനി 1 വർഷമില്ല, എനിക്ക് 22 വയസ്സായി, അതിനെന്താ? ഈ MBA ഒക്കെ ശരിക്കും 30-33 വയസ്സ് വരെയൊക്കെ നിങ്ങൾക്ക് ഈസിലി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനു വേണ്ടി 1-2 വർഷം ഇപ്പൊ കൊടുത്താലും നിങ്ങളുടെ ഒരു ലോങ് ടേം കരിയറിൽ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കരിയർ പ്രോഗ്രഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MBA കിട്ടും. അത് നിങ്ങൾക്ക് വേറെ ഒരു കോഴ്സിലും കിട്ടില്ല എന്നുള്ളതാണ് എന്റെ സത്യം. സോ it is okay to sacrifice 1 or 2 or 3 more years to get into a top tier college, because അവിടെ നിന്ന് കിട്ടുന്ന റോൾസ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കരിയർ ട്രാജക്ടറി ഇസ് അൺമാച്ച്ഡ്. സോ ഇതാണ് എനിക്കൊരു വീഡിയോയിൽ പറയാനുള്ളത്, എന്റെ അഭിപ്രായം അബൌട്ട് ഈ MBA മാറ്റർ ചെയ്യോ ROA പ്ലേസ്മെന്റ്സ് ഒക്കെ. സോ താങ്ക്സ് a lot for watching my video. Bye bye.